സിന്ദൂരം. രചന ജാസ്മിൻ. അവതരണം സാലിം കരുളായി. അവൻ ചിരിയോടെ പറയുമ്പോൾ അവൻ്റെ കവളിൽ പതിയെ തലോടി. അജുവളുടെ മുഖത്തേക്കും അവൻ്റെ കവളിലിരിക്കുന്ന കയ്യിലേക്കും നോക്കി. അജുവിന് ഞാനുണ്ട് കേട്ടോ. അജുവിന് തുണയെ എന്നും നന്ദു കാണും കേട്ടല്ലോ. അവൻ്റെ രണ്ട് കവളിലും തലോടിക്കൊണ്ട് പറയുമ്പോൾ അജു മുഖം ചുളിച്ചു. ആരാ നന്ദു? അവൻ്റെ ആ ചോദ്യം കേട്ടതും അവൾ ചുണ്ടുവിളത്തി. അത് ശരി, എൻ്റെ പേരറിയില്ലല്ലേ? ഞാൻ തന്നെയാ നന്ദു, നന്ദിത. ഒരു ചിരിയോടെ നന്ദു പറയുമ്പോൾ അവൻ്റെ ചുണ്ടുകൾ വളരെ ഇഷ്ടത്തോടെ അതൊന്നും മുഴിഞ്ഞു. നന്ദിത, നന്ദു, നന്ദ. അവസാനം അവൻ പറഞ്ഞ ആ പേര് കേട്ടത് നന്ദുവിൻ്റെ മുഖം വിടർന്നു. നന്ദ. അവൾ ഇഷ്ടത്തോടെ ഒന്നുകൂടെ അത് മൊഴിഞ്ഞു. നന്ദ, അത് മതി, ഞാൻ അങ്ങനെ വിളിക്കാം, എനിക്കത് ഇഷ്ടമായത്. അവനൊരു ചിരിയോടെ പറയുമ്പോൾ അവൾ തലയാട്ടി. എനിക്കും ഇഷ്ടമായി, നല്ലോ ഇഷ്ടമായി. എൻ്റെ അജു അങ്ങനെ തന്നെ വിളിച്ചാൽ മതി. എൻ്റെ അജുവോ? അവളുടെ എൻ്റെ എന്ന പ്രയോഗം അവൻ ഒന്നുകൂടെ എടുത്ത് ചോദിച്ചു. അതെ, എൻ്റെയാണ്, എൻ്റെ മാത്രം, എൻ്റെ അജു. അതും പറഞ്ഞുകൊണ്ട് നന്ദു അവിടെ നിന്ന് എണീറ്റു. അജു അവളെ തന്നെ നോക്കി. നന്ദു മിററിൻ്റെ മുന്നിൽ പോയി നിന്ന് തോളിൽ നിന്ന് സാരി അടർത്തി മാറ്റി. അജു അവൾ തന്നെ കൗതുകത്തോടെ നോക്കി നിൽക്കുന്നത് അവൾ മിററിലൂടെ നോക്കി. അവൾക്ക് പ്രത്യേകിച്ച് ഒന്നും തോന്നിയില്ല. അവൻ്റെ കണ്ണുകളിൽ കൗതുകമാണ്, അതിനപ്പുറത്ത് ഒന്നുമില്ല. നന്ദു ഒരു പാൽപുഞ്ചിരിയോടെ അവളുടെ സാരി ശരിയാക്കി നല്ല ഭംഗിയിൽ ഞെറിഞ്ഞെടുത്തു. ശേഷം അവളെ തന്നെ നോക്കിയിരിക്കുന്ന അജീവനെ നേരെ തിരിഞ്ഞു. എങ്ങനെയുണ്ട്? അവൻ്റെ കണ്ണുകളിലേക്ക് നോക്കി ചോദിക്കുമ്പോൾ അവനൊന്ന് പുഞ്ചിരിക്കുക മാത്രം ചെയ്തു. അജുവിന് കുളിക്കണോ? നന്ദു ചോദിച്ചതും അവൻ വേണ്ട എന്ന പോലെ തലകുലുക്കി. അങ്ങനെ പറയില്ലേ, രാവിലെ ഇട്ട ഡ്രസ്സല്ലേ, ആകെ മുഷിഞ്ഞു, ഒന്ന് കുളിക്കുന്നത് നല്ലത്. അജു ഒറ്റക്കാണ് കുളിക്ക? നന്ദു ചോദിക്കുമ്പോൾ അവൻ അതേന്ന് തലകുലുക്കി. എന്നാ പോയി കുളിക്ക്, ചെല്, ഡ്രസ്സൊക്കെ എടുത്തോ. ഒരു 3/4 ടീഷർട്ടും അവൻ്റെ കയ്യിൽ അവൾ തന്നെ കൊടുത്തു. അജു അവൾ തന്നെ നോക്കി നിൽക്കുവാണ്. എന്തേ? അവൻ്റെ നോട്ടം കണ്ട് അവൾ ചോദിക്കുമ്പോൾ അവൻ ഒന്നുമില്ലെന്ന് പറഞ്ഞ് തലയാട്ടി ബാത്റൂമിലേക്ക് നടന്നു. അവൻ പോയതും റൂമിൽ പരന്നു കിടന്ന എല്ലാം അവൾ അടുക്കി വെച്ചു. ശേഷം എല്ലാം നോക്കി. ബെഡ്ഷീറ്റൊക്കെ കുഴഞ്ഞു വിരിച്ചു. ഷെൽഫിലുള്ള കുറച്ച് ഡ്രസ്സൊക്കെ മടക്കി ഒതുക്കി വെച്ചു. അത് കഴിഞ്ഞ് ബെഡിൽ വന്നിരുന്നു. അപ്പോഴാണ് അജു കുളി കഴിഞ്ഞ് ഇറങ്ങി വന്നത്. നന്ദു അവനെ അടിമുടി നോക്കി. ഇട്ടിരിക്കുന്ന 3/4 നനഞ്ഞിട്ടുണ്ട്, ടീഷർട്ട് ഇട്ടിട്ടുണ്ട്. മുടിയിൽ നിന്നുള്ള വെള്ളം ഒലിച്ച് അവൻ്റെ ഷർട്ടിനെ നനക്കുന്നുണ്ട്. ഒറ്റ നോട്ടത്തിൽ തന്നെ അവൻ കുളിച്ച പാട് ഡ്രസ്സ് എടുത്തിട്ടതാണെന്ന് അവൾക്ക് മനസ്സിലായി. ആഹാ, ഇതാണോ അജുവിൻ്റെ കുളി? അത് പറഞ്ഞുകൊണ്ട് അവൻ്റെ തലമുടിയിൽ ചുറ്റിവെച്ച തോർത്തെടുത്തുകൊണ്ട് അവനെ പിടിച്ച് ബെഡിലെത്തി അവൻ്റെ തലമുടി നന്നായി തോർത്തി കൊടുത്തു. അജു കണ്ണുകൾ രണ്ടും മുറുകെ അടച്ചു പിടിച്ചു. അവൻ്റെ ശരീരത്തിലെ ഞരമ്പുകൾ പൊങ്ങി. അവ്യക്തമായ എന്തൊക്കെയോ ഓർമ്മകൾ അവളുടെ ആ പ്രവൃത്തിയിൽ അവൻ്റെ ഉള്ളിലൂടെ കടന്നുപോയി. അമ്മേ! ശബ്ദം കേട്ട പത്മാവതി സ്റ്റെപ്പിൻ്റെ ഭാഗത്തേക്ക് നോക്കി. രണ്ടാമത്തെ മകൾ ലാവണ്യ കുറച്ച് ദിവസമായി നാട്ടിൽ വന്നിട്ട് ഭർത്താവുമായി പുറത്താണ്. അമ്മയെ അതുപോലെ പകുത്തു വെച്ച മകളാണ്. കാണാനും സ്വഭാവവും അങ്ങനെ തന്നെ. എന്ത് പറ്റിയമ്മേ? വാതിൽ കൊട്ടിയടക്കുന്ന ശബ്ദവും പത്മാവതി കവളിൽ കൈവെക്കുന്നതുമാണ് അവൾ കണ്ടത്. അവളുടെ ആ ചോദ്യം കേട്ടതും പത്മാവതി പല്ല് കടിച്ചു. എൻ്റെ ശബ്ദം അവൻ്റെ റൂമിൽ ഉയരുതെന്നും പറഞ്ഞ് എന്നെ പുറത്താക്കി വാതിലടച്ച് കളഞ്ഞു ആ പീറ പെണ്ണ്. പത്മാവതി അടഞ്ഞ വാതിലേക്ക് നോക്കിക്കൊണ്ട് ദേഷ്യത്തിൽ പറയുമ്പോൾ കേട്ട് നിന്നവളുടെ മുഖവും ചുളിഞ്ഞു. അതാരോപ്പം അങ്ങനെ പറയാനെന്നാണ് ആദ്യം അവൾ ചിന്തിച്ചത്. ആര്? അത് ചോദിക്കുമ്പോൾ ലാവണ്യയുടെ മുഖം ചുളിഞ്ഞു. വേറെ ആര്? ആ പോട്ടിനെ ഒന്നിനും ഇങ്ങോട്ട് കെട്ടിയെടുത്തില്ലേ, അവള് തന്നെ. ആ പെണ്ണോ? പാർവതി പറയുമ്പോൾ ലാവണ്യയുടെ കണ്ണുകളിൽ പകത്തു. അവൾ അതിനൊക്കെ ആയോ? വന്ന് കയറിയിട്ട് മണിക്കൂറുകളായപ്പോഴേക്കും വീട്ടിലുള്ളവരെ ഭരിക്കാൻ മാത്രമേ ആയോ? പത്മാവതി പറഞ്ഞ വാക്കിലെ പകപ്പ് മാറിയത് ലാവണ്യ അജീവൻ്റെ വാതിലിന് നേരെ പാഞ്ഞു. വേണ്ട, ഇപ്പം ഇനിയൊന്നും ചെയ്യണ്ട. താഴെ എല്ലാവരും ഉള്ളതല്ലേ, ഇളയച്ചന്മാരും വല്യച്ചന്മാരും അവിടെ ഫാമിലിയൊക്കെ പോട്ടെ. അതിനുശേഷം നമുക്ക് തീരുമാനിക്കാം എന്ത് വേണമെന്ന്. എന്തായാലും വെറുതെ ഇവിടെ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല. പത്മാവതി പറയുമ്പോൾ ലാവണ്യം അത് ശരിവെച്ച പോലെ തലകുലുക്കി. ഈ ഒരു സന്ദർഭത്തിൽ ഒച്ചയും ബഹളവും നല്ലതല്ല. എല്ലാവരും പോട്ടെ, എന്നിട്ട് മതി. അവളുടെ മനസ്സും മന്ത്രിച്ചു. ജീത്തേട്ടാ. ജാനു വിളിക്കുമ്പോൾ അവൻ മുകളിലേക്ക് നോക്കി മലന്ന് കിടന്നുകൊണ്ട് തന്നെ ഒന്ന് മൂടി. അവൻ്റെ ഒരു കൈ ചെരിഞ്ഞു കിടന്ന് അവളുടെ വയറിലായിരുന്നു. ആ കുട്ടി അത്ര പ്രശ്നക്കാരിയായിട്ട് തോന്നിയില്ല. ഞങ്ങളോടൊക്കെ നല്ല രീതിയിലാണ് പെരുമാറിയത്. എന്തിന് വനേച്ചിയോട് പോലും നല്ല രീതിയിൽ പെരുമാറി. ജാനു പറയുമ്പോൾ ജിത്തു ഒന്നും മിണ്ടിയില്ല. അങ്ങനെ തന്നെ കിടന്നു. മനസ്സിൽ മുഴുവനും അജുവും നന്ദുവുമാണ്. പക്ഷേ ഇപ്പോഴൊരു കാര്യം മനസ്സിലാകുന്നില്ല. ജാനു സംശയത്തോടെ പറയുമ്പോൾ ജിത്തു തലചരിച്ച് അവളെ നോക്കി. അച്ഛനും ചേച്ചിയും പറഞ്ഞു വെച്ച് നടത്തിയ വിവാഹത്തിൽ അത് ഇങ്ങനെ ഒരു കുറവുള്ളവരും അവൾ സ്വീകരിക്കാമെന്ന് പറഞ്ഞത് എന്തിനാണെന്ന് മനസ്സിലാകുന്നില്ല. അതിന് പിന്നിൽ വേറെ വല്ലതും.
ജാൻ അവൾക്കുള്ളിലെ സംശയം അങ്ങനെ തന്നെ ജിത്തുവിനോട് പങ്കുവെച്ചു. അവനും അതിനെക്കുറിച്ച് തന്നെയായിരുന്നു ചിന്ത. പക്ഷെ അവളുടെ ഉറപ്പോടെയുള്ള വാക്കുകളും പെരുമാറ്റവും അതിലൊന്നും കള്ളമുള്ളതായി ജിത്തുവിന് തോന്നിയില്ല. എല്ലാം നല്ലതിനാവട്ടെ, നമുക്ക് പ്രാർത്ഥിക്കാം. നീ ഓരോന്നും ആലോചിച്ച് ടെൻഷനാവണ്ട, ഉറങ്ങിക്കോ. അവളൊന്ന് മൂളിക്കൊണ്ട് കണ്ണടച്ച് ജിത്തുവിനോട് ചേർന്ന് കിടന്നു. ജിത്ത് അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് കിടന്നു. അവൻ്റെ മനസ്സിൽ നന്ദുവായിരുന്നു. അവൾ ആരാ എന്തെന്നൊക്കെ അറിയണം. എൻ്റെ അനിയൻ്റെ ജീവിതം വെച്ച് അങ്ങനെ ആരും കളിക്കണ്ട. അവൻ മനസ്സിൽ ചിന്തിച്ചു. ചെയ്തു തീർക്കേണ്ട കാര്യങ്ങൾ ഓരോന്നായി അവൻ്റെ മനസ്സിൽ തെളിഞ്ഞു വന്നു. ജിത്തുവിൻ്റെ ചെവിയിൽ ശബ്ദം വാജതും അവൻ ചാടി എണീറ്റു. ജാന് കണ്ണു തുറന്നു. നീ കിടന്നോ, ഞാൻ നോക്കിയിട്ട് വരാം. റൂമിൽ നിന്നും പുറത്തേക്ക് പായുന്നതിനൊപ്പം അവൻ ജാനുവിനോട് പറഞ്ഞു. അവൾ തലയാട്ടി ബെഡിൽ പതിയൊന്ന് നേരെ കിടന്നു. കണ്ണുകൾ നിറഞ്ഞൊഴുകി. ജാനുവേട്ടെത്തി. അജുവിൻ്റെ കുറുമ്പോടെയുള്ള ശബ്ദം അവളുടെ ചെവിയിൽ തട്ടി തടഞ്ഞു പോയി. അജു കണ്ണുകൾ രണ്ടും അമർത്തി അടച്ചു. ഓർമ്മകളിൽ അവ്യക്തമായ എന്തൊക്കെയോ കുത്തിയിറങ്ങുന്നു. അവനക്ക് തല വെട്ടിപ്പൊളിയുന്നത് പോലെ, ശരീരം പൊള്ളുന്ന പോലെ. ബെഡിൽ വെച്ചിരുന്ന 2 കൈകൾ കൊണ്ട് നന്ദുവിനെ പിന്നിലേക്ക് തള്ളിയ ശേഷം അവൻ മുടിയിൽ പിടിച്ച് അമർത്തി വലിച്ചു. അതോടൊപ്പം ആ വീട് കുലുങ്ങുമാർ ഉറക്കെ അവൻ അലറി. അവനൊന്ന് തള്ളിയപ്പോൾ തന്നെ നന്ദു ശക്തിയിൽ പിന്നിലേക്ക് പുറമടിച്ച് വീണു. ഒന്നാമത് അങ്ങനെ ഒരു പ്രവൃത്തി അവനിൽ നിന്നും അവൾ പ്രതീക്ഷിച്ചിരുന്നില്ല. അജു! ആദ്യത്തെ പകപ്പ് മാറിയതും അവൾ നിലത്തിൽ നിന്ന് എണീറ്റ് മുടിയിൽ ശക്തിയിൽ പിടിച്ച് വലിച്ചലറുന്ന അവൻ്റെ അടുത്തേക്ക് പായുമ്പോൾ അവളൊന്നും ആലോചിച്ചില്ല. പക്ഷേ അവൾ വിളിച്ച ആ സമയം, അവൻ്റെ ഷോൾഡറിൽ കൈവച്ച സമയം തന്നെ ആജു അവളെ കഴുത്തിലേക്ക് പിടിച്ചു. പിടിക്കുന്നതിനോടൊപ്പം അവൻ ബെഡിൽ നിന്ന് എഴുന്നേറ്റ് അവളെ മുകളിലേക്ക് ഉയർത്തി. നന്ദുവിൻ്റെ കാല് തറയിൽ നിന്ന് ഉയർന്നു. കണ്ണുകൾ മുകളിലോട്ട് മറിഞ്ഞു. അജു! വാതിൽ തള്ളി തുറന്ന് അകത്തേക്ക് കയറിയ ജിത്തു പാഞ്ഞു വന്ന് ആജുവിനെ ബെഡിലേക്ക് തള്ളിയിട്ടു. നന്ദുവിൻ്റെ കഴുത്തിൽ നിന്നും അവനെ പിടിവിട്ടു. നന്ദു ശ്വാസം പാഞ്ഞു വലിച്ചു. ശരീരം വിറക്കുന്നു, തളർന്നു പോകുന്നത് പോലെ, വീണു പോകുന്നത് പോലെ. ജിത്തോളെ വീഴാതെ അവനെ നെഞ്ചിലേക്ക് അണച്ചു പിടിച്ചു. അപ്പോഴേക്കും ആരൊക്കെയോ റൂമിലേക്ക് കയറി വന്നു. നന്ദുവിൻ്റെ കണ്ണുകൾ അവളുടെ അജുവിലായിരുന്നു. കുറച്ചു നിമിഷം വരെ കൊച്ചുകുട്ടിയെ പോലെ പെരുമാറിയവനാണ് ഇപ്പൊ കയ്യും കാലിട്ടടിക്കുന്നു. എന്തൊക്കെയോ പറഞ്ഞ് ഓടാനായി വാതിലേക്ക് പോകുന്നവനെ ബലം പ്രയോഗിച്ച് ബെഡിൽ കിടത്തുന്നു. യാതൊരു സഹതാപമോ സ്നേഹമോ ഇല്ലാതെ വലിയൊരു സൂചിയെടുത്ത് അവന്റെ ശരീരത്തിലേക്ക് ആരോ കുത്തിയിറക്കുന്നു. വേദന കൊണ്ട് ഒരാൾ പുളയുന്നത് അന്ന് ആദ്യമായി അവൾ കണ്ടു. സഹിക്കാൻ കഴിയാത്ത വേദന കൊണ്ട് സ്വയം വിരലുകൾ കൊണ്ട് സ്വന്തം ശരീരത്തിൽ അമർത്തി ചുണ്ടുകൾ കടിച്ചു പൊട്ടിച്ചു. കാണാൻ സാധിക്കാത്ത ആ രംഗം കാണാൻ കഴിയാതെ അവൾ കണ്ണുകൾ അമർത്തി അടച്ചു. എൻ്റെ അച്ചു! അവളുടെ ഉള്ളം തേങ്ങി. കുറച്ചു മുമ്പ് അവളെ കൗതുകത്തോടെ നോക്കിയ കണ്ണുകൾ, അവളെ നോക്കി നിറഞ്ഞു ചിരിച്ച ചുണ്ടുകൾ. അവൾക്ക് വല്ലാത്ത വേദന തോന്നി. ഒരു നിമിഷത്തിന് ശേഷം കണ്ണു തുറന്നതും കണ്ടു അവളെ തന്നെ നോക്കിക്കൊണ്ട് ആ കണ്ണുകൾ അടഞ്ഞു പോകുന്നത്. അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. അവൾ ജിത്തുവിന്റെ നെഞ്ചിൽ നിന്നും പതിയെ അടർന്നു മാറി അജുവിന്റെ അടുത്ത് വന്ന് ബെഡിലിരുന്നു. അവനെ നനവ് മാറാത്ത തലമുടിയിൽ തഴുകി. കണ്ണുകളിൽ നിന്നും ഒഴുകിയിറങ്ങുന്ന കണ്ണുനീർ ദിശയറിയാതെ എവിടെയോ പോയി ഒളിച്ചു. സേതു! പത്മാവതിയുടെ ഗൗരവമുള്ള ശബ്ദം കേട്ടതും സേതു തിരിഞ്ഞു നോക്കി. ആ പെണ്ണിതുവരെ താഴേക്ക് വന്നില്ലേ? പത്മാവതി ദേഷ്യത്തിൽ ചോദിക്കുമ്പോൾ സേതു ഇല്ലെന്ന് തലയാട്ടി. ആ പെണ്ണിനെ കാണാൻ കുറെ എണ്ണ അവിടെ കാത്തിരിപ്പുണ്ട്. അവൾ അവളുടെ മണിയറയിൽ തന്നെ പെറ്റിക്കിടക്കാനാണെങ്കിൽ പിന്നെ എന്തിനാ ഇങ്ങോട്ട് കെട്ടിയെടുത്തത്? ഓരോരോ മാരണങ്ങള്. അത് പറഞ്ഞുകൊണ്ട് പത്മാവതി അടുക്കളയിൽ നിന്ന് തിരിഞ്ഞു നടന്നു. കുഞ്ഞെന്തിനെങ്ങനെ പേടിക്കുന്നത്? പത്മാവതി മേടത്തെ പോലെ തന്നെയല്ലേ കുഞ്ഞിന് ഈ വീട്ടിലുള്ള അധികാരം. ചില നേരത്തെ അവരുടെ മട്ടും ഭാവവും കണ്ട ഈ സൂര്യമംഗലം മൊത്തം അവിടെയാണെന്ന് തോന്നും. പത്മാവതി അടുക്കളയിൽ നിന്നും പോയതും വനജ ഒരു വല്ലായ്മയോടെ പറഞ്ഞു. സേതു ചിരിച്ചു. വനജേച്ചി എന്താ എന്നെ സേതു കുഞ്ഞെന്നും ഏടത്തെ മേടെന്നും വിളിക്കുന്നത്? പറയുമ്പോ ഞങ്ങൾക്ക് 2 പേർക്ക് ഈ വീട്ടിൽ ഒരു അധികാരമല്ലേ, പിന്നെ എന്തിനാ ആ വിളിയിലൊരു വേർതിരിവ്? സേതു ചോദിച്ചതിന് വനജ ചെയ്തുകൊണ്ടിരുന്ന ജോലി നിർത്തി സേതുവിന്റെ മുഖത്തേക്ക് തന്നെ നോക്കി. നമുക്ക് ഇഷ്ടമുള്ളവരോടല്ലേ കുഞ്ഞെ നമ്മൾ അടുത്ത് പെരുമാറൂ. പിന്നെ ആ അഹങ്കാരി എനിക്ക് കുറച്ച് പേടിയാണ്. വനജേച്ചി ഒരു ചിരിയോടെ പറയുമ്പോൾ ആ ചിരി സേതുവിലേക്കും പറന്നു. എനിക്കും അങ്ങനെ തന്നെയാണ് ചേച്ചി. അവരെ ഇഷ്ടമല്ല. അവരുടെ സംസാരവും ഭാവവും പെരുമാറ്റവും ഒന്നും ആദ്യം തൊട്ടേ പറ്റില്ല. അത് പതിയെ പതിയെ അകൽച്ചയായി, പേടിയായി, അങ്ങനെ. സേതു പറഞ്ഞു നിർത്തുമ്പോൾ വനജ ഒന്ന് നിശ്വസിച്ചുകൊണ്ട് തല കുലുക്കി. അപ്പോഴാണ് ജാനു അടുക്കളയിലേക്ക് വന്നത്. ആ മോളെണീറ്റോ? ഇരിക്ക്. അവിടെ നിറയെ ആൾക്കാരമ്മേ. അത് അവിടെ ഒന്നും ഇരിക്കാതെ ഞാൻ ഇങ്ങോട്ട് തന്നെ വന്നത്. സേതു നീക്കി വെച്ച് കൊടുത്ത കസേരയിൽ പിടിച്ച് പതിയെ ഇരിക്കുന്നതിനോടൊപ്പം ജാനു പറഞ്ഞു. അതന്നെയല്ലേ നല്ലത്. അല്ലെങ്കിൽ ഓരോന്ന് കുത്തി ചോദിച്ച് അനാവശ്യമായി ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. അതല്ലേ ഞാൻ വനജേച്ചിക്ക് ഒറ്റയ്ക്ക് പറ്റില്ലെന്നും പറഞ്ഞുകൊണ്ട് എണീറ്റ് പോകുന്നത്. സേതു ഒരു ചിരിയോടെ പറയുമ്പോൾ വനജയും ജാനുവും ചിരിച്ചു. ആ കുട്ടി ഇതുവരെ താഴേക്ക് വന്നില്ലേ? അപ്പൊ പോയി കുളിച്ചോളൂന്ന് പറഞ്ഞിട്ട് പറഞ്ഞു വിട്ടതാ. പിന്നെ ഈ നേരം വരെയും കൂടി കണ്ടിട്ടില്ല.
ഇടയ്ക്ക് അജുവിൻ്റെ ഒപ്പം ഉറങ്ങിക്കാണും. സേതു, ഇടിമുഴക്കം പോലെയുള്ള ആ ശബ്ദം കേട്ടതും സേതു അടുക്കളയിലേക്ക് കയറുന്ന വാതിലിലേക്ക് തിരിഞ്ഞു നോക്കി. ഇരിക്കൂ. അവരെ കണ്ട് വെപ്രാളപ്പെട്ട് എഴുന്നേൽക്കാൻ നോക്കുന്ന ജാനുവിനെ അവർ കൈയുയർത്തി തടഞ്ഞു. എന്താ അമ്മേ? സേതു അവരുടെ അടുത്തേക്ക് നിന്ന് ബഹുമാനപൂർവ്വം ചോദിച്ചു. ആ പെണ്ണിനെ പോയി വിളിച്ചിട്ട് വരൂ. വിവാഹം കഴിഞ്ഞു വന്ന അന്ന് തന്നെ ആളുകളെ കൊണ്ട് പറയിപ്പിക്കാൻ വീട്ടിൽ നിന്ന് നല്ലത് പറഞ്ഞ് കൊടുത്തുവിടാൻ ആരും ഇല്ലയാവോ? അവളോടുള്ള ഇഷ്ടക്കേട് ആ ഗൗരവം നിറഞ്ഞ മുഖത്ത് തിങ്ങി നിറഞ്ഞു. വനജെ, പോയി വിളിച്ചിട്ട് വരൂ. സേതുവും ജാനുവും പരസ്പരം നോക്കുമ്പോൾ വീണ്ടും അവരുടെ ശബ്ദം അവിടെ ഉയർന്നു. വനജ തലയാട്ടിക്കൊണ്ട് അടുക്കളയിൽ നിന്നും പുറത്തേക്ക് പോയി. ആ തെമ്മാടിയുടെ കാര്യത്തിൽ ഇനി ആരും ഇടപെടേണ്ടല്ലോ എന്ന് കരുതിയാ ഇതിനൊരുങ്ങിയത്. ഇതിപ്പോൾ അതിലും വലിയ മാറനാവുന്ന ലക്ഷണമാണ് കാണുന്നത്. ആരോടൊന്നില്ലാതെ അവർ പറഞ്ഞ് പുറത്തേക്ക് പോകുമ്പോൾ ജാനുവും സേതുവും ഒന്നും മിണ്ടാതെ നിന്നു. എല്ലാം തീരുമാനിക്കുന്നതും അവർ തന്നെ, എല്ലാം പഴിക്കുന്നതും അവർ തന്നെ. അതിൽ മറ്റുള്ളവർക്ക് എന്ത് പറയാൻ? ആ കിടത്തത്തിൽ എപ്പോഴും നന്ദുവിൻ്റെ കണ്ണുകളും അടഞ്ഞുപോയി. ഉറക്കത്തിൽ നിന്ന് എണീക്കുമ്പോൾ നേരെ സന്ധ്യയായിരുന്നു. നന്ദ അവളുടെ മാറിലേക്ക് നോക്കി. ഒന്നും അറിയാതെ സുഖം ഉറക്കാണ് അവൻ. അവൻ്റെ മുടിയൊന്നൊതുക്കി ആ വിരിഞ്ഞ നെറ്റിയിൽ അവളൊന്ന് ചുംബിച്ചു. ശേഷം അവനെ പതിയെ ബെഡിലേക്ക് മലത്തി കിടത്തിയ ശേഷം അവൾ എണീറ്റ് ബാത്റൂമിലേക്ക് നടന്നു. നന്ദുവിൻ്റെ ചൂട് മാറിയതും മജു ഒന്ന് ഇളകി. കണ്ണുകൾ വലിച്ചു തുറക്കാനൊരു ശ്രമം നടത്തി. പക്ഷേ അതിനവന് കഴിയുന്നില്ല. കണ്ണുകൾ അടഞ്ഞു പോകുന്നു, ശരീരം തളരുന്നു. ബെഡിൽ മലർന്ന് കിടന്നുകൊണ്ട് തന്നെ അവൻ്റെ കണ്ണുകൾ അടഞ്ഞു. അവൻ ഉറക്കത്തിലേക്ക് തന്നെ വീണു. നന്ദു ബാത്റൂമിൽ നിന്ന് ഇറങ്ങുമ്പോഴേക്കും മജു ബെഡിൽ കിടക്കുമായിരുന്നു. അവനെ ഒന്ന് നോക്കിയ ശേഷം അവൾ വാതിൽ തുറക്കാനായി പോയി. എന്താപ്പാ അവിടെ? ഞാൻ ഇങ്ങോട്ട് വന്നത് അവിടെയുള്ള പിശാചികളെ കാണാനും അവരോട് തല്ലുകൂടാനല്ലല്ലോ. ഇപ്പം അങ്ങോട്ട് പോയാൽ കുറേ എണ്ണം കാണും. എന്തിനാ വെറുതെ? അതും പറഞ്ഞുകൊണ്ട് അവൾ ഡോറ് തുറക്കാതെ തിരിഞ്ഞ് റൂമിലേക്ക് തന്നെ വന്നു. ബെഡിൽ കിടക്കുന്നവനെ ഒന്ന് നോക്കിക്കൊണ്ട് റൂം മൊത്തം ഒന്ന് നോക്കി. ഷെൽഫിലിരിക്കുന്ന പുസ്തകങ്ങളൊക്കെ മറിച്ച് നോക്കി. അർജുൻ അത്യാവശ്യം എഴുതാനും വായിക്കാനും താല്പര്യമുള്ള കൂടുതലാണെന്ന് അവൾക്ക് മനസ്സിലായി. പൊടി തട്ടിയ പുസ്തകങ്ങളൊക്കെ ഒന്നുകൂടെ നേരെയാക്കി വൃത്തിയിൽ വെച്ച ശേഷം അവൾ ആ ഷെൽഫ് തുറന്നു. ഒരു ഫോൺ ഇരിക്കുന്നത് കണ്ടതും അവളത് കയ്യിലേക്ക് എടുത്തു. അമ്മോ, ഐഫോണോ? അർജുൻ പ്രതാപം ഉപയോഗിച്ചാവും. അതിലേക്ക് നോക്കി ഒരു ചിരിയോടെ പറഞ്ഞ ശേഷം ഓണാക്കി നോക്കി. ഇല്ല, ഫോൺ ചത്തിക്കണം. ഷെൽഫിൽ ഫോണിൻ്റെ അടുത്തിരുന്ന് ചാർജർ കയ്യിലേക്ക് എടുത്ത് അവളത് ചാർജ് ചെയ്യാൻ വെച്ചു. ആ സമയം തന്നെ ആരോ ഡോറിൽ മുട്ടി. മിററിലൊന്ന് നോക്കി എല്ലാം വൃത്തിയല്ലെന്ന് ഉറപ്പുവരുത്തിയ ശേഷം അവൾ പോയി വാതിൽ തുറന്നു. മുന്നിലൊരു ചിരിയോടെ വനജേച്ചി നിൽക്കുന്നു. കുട്ടിയെ താഴേക്ക് വിളിക്കുന്നുണ്ട്. ആരൊക്കെയോ കാണാൻ വന്നിട്ടുണ്ട്. അവളെ കണ്ട നിമിഷം തന്നെ അവളുടെ മുഖം ഒന്ന് വിടർന്നു. സാരിയിൽ അവളുടെ മുഖത്തിന് ഒന്നുകൂടെ പക്വതയുള്ള പോലെ. നേരത്തെ ധാവണിയിൽ കണ്ടപ്പോൾ നിഷ്കളങ്കമായൊരു മുഖമായിരുന്നു. അവരെ നോക്കി തലകുലുക്കിയ ശേഷം പതിയെ വാതിൽ ചാരി അവരോടൊപ്പം തന്നെ താഴേക്ക് ഇറങ്ങി. മോള് സിന്ദൂരം തൊടാൻ മറന്നതാണോ? അവിടെയുള്ളവരെല്ലാം അതെല്ലാം ചുയന്ന് നോക്കുമെന്ന് ഉറപ്പുള്ളത് കൊണ്ടാണ് അവരത് എടുത്ത് ചോദിച്ചത്. ഞാനിപ്പോൾ കൊടുത്തതുപോലും വേറൊരാളുടെ അല്ലേ വനജേച്ചി. എനിക്കായ റൂമിൽ ഒന്നുമില്ല. അവളത് പറയുമ്പോൾ അവൾക്കൊപ്പം നടന്നിരുന്ന വനജ അവളുടെ മുഖത്തേക്ക് നോക്കി. എന്താ പറയുക, ഓരോ വാക്കിനും വല്ലാത്ത കട്ടിയും കനവുള്ള പോലെ.